തിരുവനന്തപുരം ജില്ലയിലെ മുതലപ്പുഴയിൽ നിന്നും കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ നിന്നുമായി മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് 9 ദിവസം പിന്നിടുകയാണ്. തിരച്ചിലിന്റെ കാര്യക്ഷമമായ നടപടി വൈകുന്നതിൽ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബവും നാട്ടുകാരും വ്യാപക പ്രതിഷേധം നടത്തിയിരുന്നു. അഞ്ചുതെങ്ങിൽ നിന്ന് കാണാതായ ഷിജിന്റെ ഭാര്യയും മക്കളും നാട്ടുകാരും കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. ഷിജിനെ കണ്ടെത്തുമെന്ന് വാക്കുമാത്രം പോരാ, അത് നടപ്പാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തു. വിഷയത്തിൽ തിരച്ചിൽ നടക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞൊഴിഞ്ഞ ഫിഷറീസ് മന്ത്രിയുടെ നിലപാടിൽ വലിയ പ്രതിഷേധമുയർന്ന സംഭവത്തിനും കേരളം സാക്ഷ്യം വഹിച്ചു. ഇതിനിടയിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മത്സ്യത്തൊഴിലാളികൾക്കായി കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രീതിയിലാണ് തിരച്ചിൽ നടക്കുന്നതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. കുടുംബത്തിൽ ഒരാളെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ സർക്കാർ അവർക്കായി തിരച്ചിൽ നടത്തുന്നതെന്നും വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ് തിരച്ചിൽ നടക്കുന്നത്. ഹെലികോപ്റ്റർ, സ്കൂബ ഡൈവിംഗ് ടീം, നേവി തുടങ്ങിയ സംവിധാനങ്ങൾ തിരച്ചിലിന് രംഗത്തുണ്ടെന്ന് സതീശൻ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ UDF സർക്കാർ അലംഭാവം കാണിക്കുകയാണെന്ന് വിമർശിച്ചിരുന്നു. അതിനുള്ള മറുപടിയും വി.ഡി. സതീശനിൽ നിന്നുണ്ടായി. ഇക്കഴിഞ്ഞ 10 കൊല്ലമായി 148 മത്സ്യത്തൊഴിലാളികളെ കാണാതായെന്നും അപ്പോഴൊന്നും നാവനക്കാത്ത പിണറായി വിജയൻ ഇപ്പോൾ വിമർശിക്കുന്നത് വെറും രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി മാത്രമാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് വി.ഡി. സതീശൻ. കൊല്ലം നീണ്ടകരയിൽ വെള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലും ഊർജിതമാക്കിയതായി വി.ഡി. സതീശൻ അറിയിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ഉപയോഗിച്ച് കായൽ മേഖലയിലും സമീപ പ്രദേശങ്ങളിലും വ്യാപക പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സ്കൂബ ഡൈവിംഗ് സംഘത്തെയും തിരച്ചിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8 ദിവസം മുൻപ് പുത്തൻതുറ സ്വദേശിയായ ഗൗതം കൃഷ്ണ അച്ഛനും മുത്തച്ഛനുമൊപ്പം മത്സ്യബന്ധനത്തിന് പോയപ്പോഴാണ് വള്ളം മറിഞ്ഞത്. അപകടത്തിന് പിന്നാലെ നടത്തിയ തിരച്ചിലിൽ ഗൗതം കൃഷ്ണയുടെ അച്ഛന്റെയും മുത്തച്ഛന്റെയും മൃതശരീരങ്ങൾ കണ്ടെത്തിയെങ്കിലും ഗൗതം കൃഷ്ണ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. തിരച്ചിലിൽ കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് ഗൗതം കൃഷ്ണയുടെ അമ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. ഞായറാഴ്ച രാവിലെ 6 തന്നെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ടുകളും മറ്റ് മത്സ്യബന്ധന ബോട്ടുകളും ഉപയോഗിച്ച് തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. കടലിലും കായലിലും ഒരേ സമയം പരിശോധന നടത്തിയാണ് കാണാതായ ഗൗതം കൃഷ്ണയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നത്. വി.ഡി. സതീശന്റെ വാക്കുകൾ കേട്ടു നോക്കാം. ഇപ്പൊ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണാതായാൽ പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. 7 വർഷം കഴിഞ്ഞാലേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ സർക്കാർ മാറ്റി, ഒരു സംശയം വേണ്ട. ഇവിടെ വിഴിഞ്ഞത്തൊരാൾ, മുതലപ്പുഴയിൽ ഒരാൾ, നീണ്ടകരയിൽ ഒരാൾ, 3 പേരെ കാണാനില്ല. 3 പേരെ കാണാനില്ല. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 9 ദിവസമായി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് 9 ദിവസം ഇതുവരെ തിരച്ചിൽ നടത്തിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ? എവിടെയാണ്? അതായത് 2 ഡോണിയർ വിമാനങ്ങൾ, ഒരു ഹെലികോപ്റ്റർ, കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ, മറൈൻ ബോട്ട്, ഇപ്പൊ നേവിയുടെ ബോട്ട് വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. സ്കൂബ ഡൈവിംഗ് സംവിധാനം. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലെ കുറച്ചെല്ലാം പോയി കൂടി ആ പരിശോധന നടത്തി. ഒരു കാലത്തും ഇത്രമാത്രം ഒരു ഗവൺമെന്റ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ സർക്കാർ അവർക്ക് വേണ്ടി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, കുറെ ദിവസമായി 3 പേരെ കാണാതായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. 3 പേര്. പക്ഷെ ഇത്രയും ആളുകളെ കാണാതെ പോയിട്ട് ഇതുപോലെ തെരച്ചിൽ ഇന്നും തെരച്ചിൽ നടത്താണ്. ഇന്ന് രാവിലെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ഇന്നും രാവിലെയും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാതെ പോകുന്നത്. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്നപ്പോ കാണാതെ പോയവരുടെ എണ്ണം എത്രയാണെന്ന് അറിയാം? 148 കാണാതെ പോയവരുടെ, കടലിൽ കാണാതെ പോയവരുടെ എണ്ണം 148. അപ്പൊ അത് ഞാൻ പറഞ്ഞാണ്, 148 പേര് പോയിട്ടുണ്ട്, കാണാതെ പോയിട്ടുണ്ട്. അപ്പൊ കാണാതെ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്രയും പരമാവധി ദിവസം അവർക്ക് അന്വേഷിക്കും. ഇത്രയും ഒരു സംവിധാനം വെച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കടലിൽ കാണാതെ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടില്ല. അതുപോലെ തെരച്ചിൽ നടത്തിയാണ് പരമാവധി ശ്രമിക്കുക. അവരെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കാണുന്നത്. ആ കുടുംബത്തിന്റെ സങ്കടം ഈ ഗവൺമെന്റ് കാണാതെ പോവില്ല.